ദേവാസുരം, കൗരവർ. ഇത് പലപ്പോഴും പോളിങ്ങിലും സോഷ്യൽ മീഡിയയിൽ ഏത് ഗ്യാങ് ആണ് മികച്ചതെന്നൊക്കെ പറഞ്ഞു വന്നെങ്കിലും നമ്മൾ അതിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. ഈ രണ്ട് സിനിമകളും ഞാൻ തിയേറ്ററിൽ കണ്ട സിനിമകളല്ല. പക്ഷേ നമ്മൾ ടി വിയിലായിട്ടും അല്ലാതെ യൂട്യൂബ് ചാനലായിട്ടും ഇതിൻ്റെ സിനിമ മൊത്തമായിട്ട് എത്ര വട്ടം കണ്ടെന്നോ കൈ കണക്കുമില്ലാതെ കണ്ട സിനിമകളാണ്. അതുപോലെ ഇതിൻ്റെ അകത്തെ രംഗങ്ങൾ വീണ്ടും വീണ്ടും രണ്ട് സിനിമയുടെ റിപ്പീറ്റ് ചെയ്യുന്ന രംഗങ്ങൾ ഇഷ്ടംപോലെ നമ്മൾ കാണുന്നതാണ്. അന്നേരം ഈ സിനിമയുടെ ആദ്യത്തെ ദേവാസുരം ആണെങ്കിൽ 1993 IV ശശി ഡയറക്റ്റ് ചെയ്ത് രഞ്ജിത്ത് സ്ക്രിപ്റ്റ് എഴുതിയ ഗംഭീര സിനിമ. എക്കാലത്തെയും മികച്ച ക്ലാസിക്കുകളൊന്നും നമുക്ക് എടുത്തു പറയാവുന്നൊരു സിനിമയാണ് ദേവാസുരം. മംഗലശ്ശേരി നീലകണ്ഠൻ, മുണ്ടക്കൽ ശേഖരൻ. മംഗലശ്ശേരി നീലകണ്ഠനായിട്ട് മോഹൻലാൽ അങ്ങ് അവതരിച്ച തകർത്ത ആടിയ കഥാപാത്രമാണ്. മുണ്ടക്കൽ ശേഖരനായിട്ട് കട്ടയ്ക്ക് വില്ലനായിട്ട് വന്നിരിക്കുന്ന ആളാണ് നമ്മുടെ നെപ്പോളിയൻ. അന്നേരം ഈ സിനിമ എല്ലാ രീതിയിലും, ഇമോഷണലി ആണെങ്കിലും എല്ലാ രീതിയിലും, പാട്ടായാലും ആക്ഷൻ സീനുകളാണെങ്കിലും എല്ലാ രീതിയിലും അതിഗംഭീര വിജയം. ഇതിനകത്ത് ഒരു ഗ്യാങ്ങും ഉണ്ട്. ശ്രീരാമനെ, രാമു, മണിയമ്പിള്ള രാജു, അഗസ്റ്റിന്, ഇങ്ങനൊരു ഗ്യാങ്ങും ഇതിനകത്തുണ്ട്. അടിപൊളി, അത്യാവശ്യം നല്ലൊരു ഗ്യാങ്ങാണ്. പക്ഷെ അതിന് മണ്ടങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് മംഗലശ്ശേരി നീലകണ്ഠൻ. തിരിച്ചിങ്ങോട്ട് വരുമ്പം കൗരവർ. ദേവാസുരം പോലെ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കാണുന്ന സിനിമ തന്നെയാണ് കൗരവറും. അതിൻ്റെ സ്ക്രിപ്റ്റ് ലോഹിദാസ്, കിണ്ണം കാച്ചി സ്ക്രിപ്റ്റ്. പിന്നെ ഡയറക്ടർ അറിയാമല്ലോ, ജോഷി, ഒരു രക്ഷയില്ലാത്ത ഡയറക്ഷൻ. ഇതിനകത്തെ ഗ്യാങ് ഇപ്പോഴും മലയാള സിനിമയിൽ അങ്ങും ഇങ്ങും ഒക്കെ അന്നു മുതൽ ഇങ്ങനെ വരെ ഒരുപാട് ഗ്യാങ് ഉണ്ടെങ്കിലും ഇത്രയും സർവശക്തമായ ഗ്യാങ്. ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവർ ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്നൊരു സീനുണ്ട്. എൻ്റെ പൊന്നോ, കിളിമാറുന്ന സീനാണ്. അലിയാറായിട്ട് നമ്മുടെ തിലകൻ, രക്ഷയില്ല. എല്ലാ രീതിയിലുള്ള ഇമോഷൻസ് ഉള്ള ക്യാരക്ടർ. ആന്റണി, മമ്മൂട്ടി, എല്ലാ രീതിയിലും ആക്ഷൻ സീക്വൻസ്, പ്രണയം, ഇമോഷൻ എല്ലാ രീതിയിലും തകർത്താടിയ ക്യാരക്ടർ. ഭീമൻ രഘുവിന് സൂപ്പർ ക്യാരക്ടർ. ബാബുവാനിയുടെ ഹംസ എന്ന് പറഞ്ഞ ക്യാരക്ടർ എല്ലാം അടിപൊളി. അന്നേരം ഇവരെല്ലാം തകർത്ത്. അതിന് വിഷ്ണുവർദ്ധനാണ് അതിനകത്ത് വില്ലൻ. ഇതുപോലെ തന്നെ ഗംഭീര ദേവാസുരത്തിനകത്ത് കൂട്ട് തന്നെ വിഷ്ണുവർദ്ധൻ്റെ വില്ലൻ ക്യാരക്ടർ ആണെങ്കിലും അതിനകത്തൊരു സഹതാപമുണ്ട്. എല്ലാം അടങ്ങിയിരിക്കുന്ന ക്യാരക്ടർ. ഒരു പ്രത്യേക രീതിയിൽ ഇതുവരെയും കാണാത്തൊരു ക്ലൈമാക്സ് ട്വിസ്റ്റ്. നമുക്ക് വിഷമം തോന്നും, എന്നാൽ സന്തോഷം തോന്നും. ആ ഒരു പ്രത്യേക രീതിയാണ് ആ സിനിമ, ഒരു പ്രത്യേക രീതിയിൽ എടുത്തേക്കുന്ന സിനിമ. എനിക്കൊന്ന് ജോഷിയുടെ ഏറ്റവും മികച്ച സിനിമകളിൽ ന്യൂഡൽഹി ഒക്കെ അതിനകത്ത് വരുന്നതാണെങ്കിൽ പോലും കൗരവരും മികച്ചു നിൽക്കുന്നതാണ്. ഇതിൽ നിങ്ങൾ ഏതാണ് മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കാനൊന്നും അല്ല, രണ്ടും രണ്ട് ക്ലാസ് ആണ്. എന്നാൽ പോലും നിങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടേക്കുന്ന സിനിമകൾ ഏതായിരിക്കും? ഓരോരുത്തരും ഓരോ രീതിയായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ് ഏതാണ്? അന്നേരം നിങ്ങളുടെ ഫേവറേറ്റ് എന്തായാലും നിങ്ങൾ കമൻസിൽ ഉറപ്പായിട്ടും രേഖപ്പെടുത്തുക.